ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളും കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ അമ്പലപരിപാടിയുടെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ വേണ്ടി പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസമായിട്ട് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിരുന്നത്. വേറെ നല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് അപ്പോൾ ഇടാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പനി പിടിച്ചു ഗൈസ്. അപ്പോൾ സൗണ്ട് ഇപ്പോൾ ഒന്ന് ക്ലിയറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 1 വീക്ക് ഏകദേശം ആവാനായിട്ടോ അപ്പോൾ പനി പിടിച്ചിട്ട്. അപ്പോൾ അമ്പലം പരിപാടിയുടെ ആ ഒരു ടൈമിലൊക്കെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അത് കഴിഞ്ഞതോടുകൂടി പിന്നെ തീരെ വയ്യാതായിട്ടോ. അപ്പോൾ ഇന്നലെ പോയിട്ട് ട്രിപ്പൊക്കെ ഇട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയട്ടോ, ഒന്ന് ബെറ്ററായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ട്രിപ്പൊക്കെ കിട്ടിയതിന് ശേഷം ഒന്നും സത്യം പറഞ്ഞാൽ നോക്കിയെന്ന് പറയട്ടോ. കാരണം ഇതിലൊന്നും തീരെ വയ്യാതെ നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒന്നും പറ്റിയാലേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അത്രയും ഒരു എന്താ പറയുക, തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ കുഴപ്പമില്ല, കുറവുണ്ട് ഇപ്പോൾ. അപ്പോൾ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് വന്നത് എനിക്കാണ്. അതുകൊണ്ട് എനിക്ക് മാറാൻ കുറച്ച് ടൈം കൂടി എന്തായാലും വേണ്ടി വരും കേട്ടോ. കാരണം എനിക്കാണല്ലോ ലാസ്റ്റ് തുടങ്ങി. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് വയ്യാതാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല പേടിപ്പിന്നില്ല. ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത് ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ മാറി. ചെറിയൊരു ജലദോഷം ഉണ്ട്, എന്നാലും പനിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആൾക്കും മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹാപ്പി ആയിട്ടും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു കേട്ടോ ആളും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ അവളെ കാണാത്ത കാരണമല്ല, അവൾ അംഗൻവാടി പോയിരിക്കും കേട്ടോ. അപ്പം അമ്പലം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം അവളെ ലീവായിരുന്നു കേട്ടോ. അംഗൻവാടിയിലൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാട്ടോ ആളെ വിട്ടു തുടങ്ങിയത്. ഇന്നോട്ട് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് എണ്ണ ഞാനിവിടെ എത്തി വിളിച്ച് ചോദിച്ചപ്പോൾ ഓക്കെയാണ്, ആൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണല്ലോ, 5 മിനിറ്റ് എന്തായാലും ഒരു കരച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഇപ്പോൾ പൊതുവെ എല്ലാവരുടെയും നല്ല വെയിൽ തന്നെ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഒരു 2-3 ദിവസം മുന്നേ ഒരു വേനൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ രീതിയിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര കൂട്ടുകാരുടെ നാട്ടിലേക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചുട്ടുപൊള്ളുന്നൊരു വെയിലത്ത് നമ്മൾ എത്രത്തോളം ചെടികൾക്കൊക്കെ നനച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും ആ ഒരു മഴ കിട്ടുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഒരു ദിവസം ഒരു മഴ കിട്ടുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു എഫക്റ്റ് ആയിരിക്കും മൊത്തത്തിൽ നമ്മുടെ ചെടികൾക്കൊക്കെ. കാറ്റുകൂടി ഉണ്ട് കേട്ടോ. ഒരു വരണ്ട ടൈപ്പ് കാറ്റാണ്. ഒരു വെയിലും കൂടി ആകുമ്പോൾ ഈ കാറ്റത്ത് ഇങ്ങനെ കുറച്ച് നേരം പുറത്ത് വയ്ക്കുമ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സംസാരിക്കുമ്പോൾ തന്നെ ആയാലും ഇപ്പോൾ തൊണ്ടയൊക്കെ നന്നായിട്ട് എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു വേദനയാട്ടോ. കാരണം തൊണ്ടയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് ചുമയ്ക്കുമ്പോഴത്തേനും ശരീരം മൊത്തം വേദന അങ്ങനെയൊക്കെ. എന്നാലും മെഡിസിനൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് നേരം വെയിലത്ത് നിന്നാലും ശരിയാവില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ നമ്മുടെ ഗാർഡൻ ഒന്നും സെറ്റാക്കിയിട്ട് അതുപോലെ ഗാർഡനിൽ നമുക്ക് കുറച്ചുകൂടി വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഓറഞ്ച് റോസിലെ ഫ്ലവേഴ്സ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഞാൻ കാണിച്ച ടൈമിൽ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. കുറേ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഓറഞ്ച് റോസ് ചിലപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല എല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മുള്ളാട്ടോ. അതായത് നമ്മുടെ ഈ ഊട്ടി റോസും അതുപോലെ തന്നെ ഇങ്ങനത്തെ റോസൊക്കെ നിറച്ച് മുള്ളായിരിക്കും. നമ്മൾ നോർമലി ഉള്ള റോസുകൾ പിടിക്കുന്ന പോലെ ആയിരിക്കില്ല, അവിടെ നിറച്ച് മുള്ളായിരിക്കും. അത് നോക്കി ഒരെണ്ണം കൊഴിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഇത് ആദ്യം ഉണ്ടായൊരു പൂവാണ്, അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടേ. പിന്നെ ഇതാ നോക്കി 2 എണ്ണം ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല മണം, അതുപോലെ നല്ലൊരു ലുക്കാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല മണമുണ്ട് കേട്ടോ. നോക്കി പൂക്കളായാലും അത്യാവശ്യം നല്ലൊരു സൈസുള്ള പൂക്കളാണ്. ഒരു കമ്പിന് നല്ല ഹൈറ്റിൽ കൊടുത്താണ്. അതായത് കുറേ ആദ്യം ഉണ്ടായിരുന്ന കമ്പ്. അപ്പോൾ ആ ഒരു കമ്പ് നമ്മൾ മുറിച്ചൊന്ന് ഒരു പകുതിക്ക് വെച്ച് മുറിച്ചിട്ട് ഇവിടെ മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുത്ത പോലെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ സെറ്റായിട്ട് വരുമായിരിക്കില്ല എന്തായാലും. അതേപോലെ നമ്മുടെ ഡാലിയ, ഇത് ഈ ഒരു ഡാലിയൊക്കെ നമുക്ക് കുറേ കാലം പഴക്കമുള്ളൊരു ഡാലിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മണ്ണിൽ കിടന്നിട്ട് ഒരു മഴ കിട്ടുമ്പോൾ ഒരു ഡാലിയൊക്കെ ചെല്ലുമ്പോൾ അടിയിൽ കിടന്നിട്ട് ആ ഒരു ഇങ്ങനെ മുളച്ചില്ല, അങ്ങനെ മുളച്ച് വന്നിട്ടൊരു ഡാലിയാണ്. അപ്പോൾ ഇത് വിരിഞ്ഞ് വരും, കുറച്ച് മൊട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൊട്ടൊക്കെ അധികം വൈകാതെ തന്നെ പൂവായി മാറും. അപ്പോൾ ഇത് വിരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നത് ഏതാ കളർ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നാലും ഒരു 5-6 മുട്ട ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ സൂര്യകാന്തിയുടെ ഒരു പൂ, അതായത് സൂര്യകാന്തിയുടെ പൂ എന്ന് പറയാൻ കാരണം കാണുമ്പോൾ ഒരു കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു സൂര്യകാന്തിയുടെ ഫ്ലവർ പോലെ ഉണ്ട്. ഇതാണ് ഗൈസ്, അത് സൂര്യകാന്തിയുടെ പൂ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു ലുക്കിൽ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സൂര്യകാന്തിയുടെ ഒരു ടെക്സ്ചറായിട്ടോ കാണുക. ആക്ച്വലി സൂര്യകാന്തിയുടെ ഫ്ലവർ ഇങ്ങനെയല്ല, കാരണം സെൻറ്ററിൽ ഫുള്ള് സീഡായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇതേപോലെ ഈ ഒരു യെല്ലോ കളറുള്ള ഒരു പൂവിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ട സൂര്യകാന്തിയുടെ ഒരു പൂക്കൾ പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു സൈസും ഉണ്ട്. അപ്പോൾ ഇത് പൂ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇപ്രാവശ്യം അതായത് ഇതും കിഴങ്ങ് തന്നെയാണ് കേട്ടോ. കിഴങ്ങ് അതുപോലെ തന്നെ ഈ ചെടിയായിട്ട് ഇങ്ങനെ നട്ടാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല നനയൊക്കെ കൊടുത്ത് നല്ല ഉഷാറായിട്ട് കയറി വന്നിട്ടുണ്ട് എന്തായാലും. അതിൻ്റെ ഈ ഒരു ചെടി വന്നിട്ടുള്ളത് ഈ ഒരു ടെക്സ്ചറിലാണേ. അതിൻ്റെ ആ ഒരു ചെടികളുടെ ഒരു ലീഫ് തന്നെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ലുക്ക് ഉണ്ട് അല്ലേ. അതിൽ നിന്ന് ഇങ്ങനെ ഒരു തണ്ട് പോലെ വന്നിട്ടതാ ഇങ്ങനെയാട്ടോ നമ്മുടെ പൂ വന്നിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടത് കുറച്ചുകൂടി വലുതാവും. ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി നല്ല സൈസ് വരും.
നമ്മുടെ മുള്ളുള്ള ആശാൻ ഇതാട്ടോ. അപ്പം എനിക്ക് ചെറിയ തളിർപ്പ് കാണാൻ തന്നെ എന്ത് ഭംഗിയാ ഒരു റോസിൻ്റെ. കൂടുതൽ നമ്മുടെ ഈ ഒരു ഓറഞ്ച് റോസയിൽ 2 പൂവിൽ കൂടുതൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പം എന്തായാലും അത് 4 പൂവൊക്കെ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളത്. ഇതാട്ടോ നമ്മുടെ കൊഴിഞ്ഞു പോയ ഒരു ഫ്ലവർ. നല്ല വെയിലാട്ടോ ഇതിനൊക്കെ. പിന്നെ നല്ല സൂര്യപ്രകാശം കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളറും വരും. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവറിങ്ങും കൂടി ഉണ്ടാവും കേട്ടോ ഈ റോസ് പൂവിനൊക്കെ. കാടിനൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് കാട് പറിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് നനഞ്ഞ് ചെല്ലുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കാടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കളനാശിനിക്കൊക്കെ അടിച്ച് കളയാമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ഉള്ളതിൻ്റെ ചോട്ടിൽ കൂടെ നമുക്കിങ്ങനെ അത് അടിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ചെടി ഷൊട്ടായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫുള്ള് കാടൊക്കെ കൈ വെച്ചിട്ട് തന്നെ പറിച്ച് ഇവിടെ മൊത്തത്തിൽ ചെടികൾക്കെല്ലാം നന്നായിട്ട് മണ്ണിട്ട് കൊടുത്തിട്ട്, അപ്പോൾ മണ്ണ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു വേരൊക്കെ ഇറങ്ങി കുറച്ചുകൂടി നല്ല ഉഷാറായിട്ട് വട്ടത്തിൽ ഇങ്ങനെ പൊട്ടിക്കിളിർക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്നാലും അതെല്ലാം നമ്മളവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതാ ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിലേക്ക് ഏലത്തിലേക്ക് ഇറക്കിയിട്ട് ചാണകപ്പൊടി ആട്ടുകാഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഒട്ടും കട്ടയോ തയ്യൊന്നും ഇല്ലാതെ തന്നെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നാലേ നമുക്ക് ചെറിയ ചെറിയ ചെടികളാണോ ഒന്നാമത് നമ്മുടെ വലിയ വലിയ മരങ്ങളാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒന്നും വലിച്ചെടുക്കുന്ന ചോദിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ വേര് എന്ന് പറയുമ്പോൾ ചെറിയ ആര് വേര് പോലത്തെ ഇരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ അതിങ്ങനെ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാൻ സെറ്റായിട്ട് നിർത്തിയിരിക്കും. അപ്പോൾ നമ്മൾ നനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വൈകിട്ട് നന്നായിട്ട് നനയ്ക്കും. കാരണം ഇത്രയും നല്ല വെയിലാകുമ്പോൾ നമുക്ക് നനച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ചില ടൈപ്പ് ചെടികളെന്ന് പറയുമ്പോൾ നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുമ്പോൾ ഇങ്ങനെ വാടി തൂങ്ങി കിടക്കണം. അപ്പോൾ നമ്മൾ നന കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൊത്തമായിട്ട് അങ്ങ് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് നന്നായിട്ട് നനയ്ക്കാറുണ്ട് മൊത്തത്തിലൊന്ന്. ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിലും നന്നായിട്ട് തന്നെ പൂക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആയാലും നമുക്ക് നന്നായിട്ട് സൺലൈറ്റ് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളതും. പിന്നെ ഇതാ നമ്മുടെ ചെണ്ടുമല്ലി കേട്ടോ. അപ്പോൾ ചെണ്ടുമല്ലിയിൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു. ഒരു 4 ചുവട് ചെണ്ടുമല്ലി കേട്ടോ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ളത്. പക്ഷേ 4 ചുവടിന് ധാരാളം എന്ന് പറയട്ടെ. കാരണം അത്രയും പൂക്കളാട്ടോ ഓരോന്നിലും പൂവായിട്ടും മൊട്ടായിട്ടൊക്കെ ഇങ്ങനെ. ആ ഒരു ചെടിയിൽ നമ്മൾ ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കെട്ടിക്കൊടുക്കാനാവും കേട്ടോ. കാരണം അതിൽ നിറച്ച് മൊട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പൂവൊക്കെ എന്ന് പറയുമ്പോൾ നല്ല സൈസ് വയ്ക്കുന്ന പൂവായതുകൊണ്ടേ ആ ഒരു ചെടികൾക്ക് പൂവിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ ചെറിയ തൈകളാണല്ലോ. അതുകൊണ്ട് തന്നെ അതങ്ങനെ മണ്ണിലേക്ക് വീഴും. പിന്നെ അവിടെ വെച്ച് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആ ചെടി തന്നെ നാശമായി പോകും. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതും കെട്ടിക്കൊടുക്കണം. ഈ ഏരിയ മൊത്തം നമ്മൾ ഇവിടെ ഫുള്ള് നമ്മൾ ഡയറക്റ്റ് തന്നെ മണ്ണിലേക്ക് വെച്ച് കൊടുത്തുള്ള ചെടികളാണ്. അതൊക്കെ നോക്കി പൂർണ്ണ വളർച്ച എത്തി നിൽക്കട്ടെ. ഇത് ഈ ഒരു ഫ്ലവറൊക്കെ നോക്കി ഈ ഒരു ഹൈഡ്രാഞ്ചിക്കൊക്കെ നന്നായിട്ട് വളർന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. നല്ല വലിയ ഫ്ലവറാട്ടോ ഇത്. 4-5 ഫ്ലവർ ഉണ്ട് ഇതിൽ തന്നെ. ഇത് കുറച്ചുകൂടി വലുതാവാനുണ്ട്. അതേപോലെ തന്നെ പൂക്കളുടെ കൂടെ തന്നെ നോക്കി മുട്ടൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ മുട്ടിന്നാണ് ഇത്രയും വലിയ ഫ്ലവറിങ് ഉണ്ടാവുന്നതെന്ന് ഒരു സംശയം തോന്നില്ലേ? അത് തന്നെയാണ് കേട്ടോ ഗൈസ്. കാരണം ഇത്രയും ചെറിയ ഒരു മുട്ടിന്നാണ് ഇത്രയും വലിയ ഫ്ലവറായിട്ട് മാറുന്നത്. കാണുമ്പോൾ നമുക്ക് ഇത്രയും വലുതാകുമെന്ന് തന്നെ സംശയം തോന്നും. പക്ഷെ ഇതിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നതോറും നന്നായിട്ട് സൈസ് വയ്ക്കും. ഇപ്പോൾ നമുക്ക് ഒടിച്ച് കളയാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറേ ആയിട്ട് അതുണ്ടായിട്ട് പൂ കുറേ ദിവസം ഉണ്ടായി എന്ന് വെച്ചിട്ടും അതങ്ങനെ കൊഴിഞ്ഞു പോകുന്നില്ല കേട്ടോ. നമ്മൾ തന്നെ ഒടിച്ച് കളയണം. കാരണം ഇങ്ങനെ നരച്ചിങ്ങനെ കളറിങ്ങനെ ഒന്ന് കുറച്ച് കളറൊന്ന് ഫെയ്ഡാവുന്നല്ലാതെ അങ്ങനെ കരിഞ്ഞു പോവുകയോ ഉണങ്ങിപ്പോവുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം നമ്മളിതാ നന്നായിട്ട് തന്നെ കാട് ഫുള്ള് കളഞ്ഞ് നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു കളർ ചെടി ഇതാ ഇതേപോലെ 2 ലെയറായിട്ടാട്ടോ ഈ ഒരു ടയറിൽ സെറ്റ് ചെയ്തിരിക്കുകയാണേ. അപ്പം സൈഡിൽ കൂടെ ഒക്കെ നന്നായിട്ട് തന്നെ നനവ് കൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് നല്ല കളറൊക്കെ നിറച്ചായിട്ട് വരുന്നുണ്ട്. നോക്കി ഇതിൻ്റെ ഒരു സൈഡ് ഈ ഒരു കളറും അതേപോലെ തന്നെ സൈഡ് നല്ല പച്ചക്കളറുമാണ്. നല്ല വീട്ടിലോട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നന്നായിട്ട് തന്നെ വിതരണം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട്. കാരണം വരുന്നതല്ല നന്നായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ലീഫിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടിലേക്കൊക്കെ നന്നായിട്ട് സൺലൈറ്റ് അടിക്കുമ്പോൾ അതിന് കുറച്ച് ഡാമേജൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കതിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചകിരിയൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ബെറ്ററായിട്ട് വരും കേട്ടോ. അതായത് ഈ ഒരു സൈഡൊക്കെ കണ്ടോ ഇവിടേക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സൺലൈറ്റ് അടിക്കും. ഇപ്പോൾ എന്ന് പറയുമ്പോൾ വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായൊരു പരിചരണം കൊടുത്താൽ മാത്രമേ നമുക്കതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വള്ളി റോസ് ആയാലും നമ്മളിത് നന്നായിട്ട് ഇന്ന് വെട്ടി വലിയ വലിയ വള്ളികൾ ഇങ്ങനെ നിറച്ചിങ്ങനെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നമ്മളിങ്ങനെ ചുറ്റി ഒന്ന് കവർ ചെയ്തെടുത്താലും കുറേ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു വള്ളി റോസൊക്കെ നമ്മൾ നട്ടിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അടുപ്പിരിക്കുന്നത്.
ഇത് നമുക്ക് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. സൈഡിൽ കൂടെ മുള്ളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളൊന്നും അല്ല കേട്ടോ. എനിക്ക് പറ്റിൻ്റെ കളറിലിങ്ങനെ ഇതിനും ഒരു പ്രത്യേക മണം തന്നെ കേട്ടോ. നല്ല ലുക്കായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പൂക്കളും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ ഓറഞ്ച് റോസയുടെ വലുതായിരുന്നല്ലോ. അപ്പോൾ ഓറഞ്ച് റോസയുടെ ചെറിയ, അതായത് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓറഞ്ച് റോസും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ 2 വെറൈറ്റി ഉണ്ട്. അപ്പോൾ എന്നാലും ആ അടുത്ത വെറൈറ്റിയിൽ നിറച്ച് പൂവായിട്ട് ഇങ്ങനെ നിറച്ച് പൂവ്, അതേപോലെ പൂവിൻ്റെ ഒപ്പം തന്നെ കേട്ടോ മൊട്ടുള്ളത്. നല്ല കാണാനൊക്കെ നല്ല രസമായിട്ട് നല്ല കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അതുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആ ഒരു തൈയാണ് കേട്ടോ, ചെറിയൊരു തൈയാണ്, ഒരുപാട് ഹൈറ്റിലൊന്നും പോയില്ല കേട്ടോ. നോക്കി അപ്പോഴത്തേനും നിറച്ച് മൊട്ടും അതേപോലെ നിറച്ച് പൂവുണ്ടേ. ഇതൊരു കൊലയാട്ടോ, ഒരു കൊലയിൽ തന്നെ നോക്കി. അതേപോലെ ഇവിടെ തൊട്ടടുത്ത് വേറൊരു കൊലയും കൂടി ഉണ്ട്. ഇതിലായാലും 1-2 മുട്ടൊന്നും അല്ല കേട്ടോ, നിറച്ച് മുട്ടായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗി, അതേപോലെ ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ നല്ല തട്ടായിട്ടാണ് അതിൻ്റെ ഒരു ഇതൾ വന്നിട്ടുള്ളത്. അവരെ തന്നെ ഇപ്പം നല്ല വെയിലാട്ടോ. അതുകൊണ്ട് എത്രത്തോളം നമ്മുടെ ആ ഒരു പൂക്കളൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും വെയിലിങ്ങനെ കണ്ണിലേക്ക് കുത്തുന്ന ഒരു ടൈപ്പ് വെയിലാണല്ലോ. നമ്മൾ ഇവിടെ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഹാങ് പ്ലാന്റ് ഇല്ല. അതാണെങ്കിൽ നമുക്കിത് കറക്റ്റ് ഹാങ് ചെയ്യാനുള്ള ഒരു പരുവത്തിലായി നിൽക്കുക കേട്ടോ. അതൊരു നമ്മളിപ്പോൾ നട്ട് കൊടുത്തിട്ടൊരു എനിക്ക് തോന്നുന്നൊരു 2 ആഴ്ചയുടെ മേളിലായിട്ടുണ്ട്. അപ്പോൾ നോക്കി ആ ഒരു നട്ട് കൊടുത്തിട്ടുള്ള എല്ലാ തണ്ടുകളും നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയ 1-2 കാടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ നിറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഒരു 3/4 ഭാഗത്തോടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഭാവിയിലായാലും വളങ്ങളൊക്കെ കൊടുക്കാൻ പാകത്തിന് ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഹാങ് ചെയ്ത് വിടാം. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തട്ടടിച്ച് ഇങ്ങനെ തൂക്കിക്കാണാൻ നല്ല രസമാണ്. നമ്മുടെ ഈ ഒരു മണി പ്ലാന്റൊക്കെ തൂങ്ങില്ലേ, ആ ഒരു സെറ്റപ്പാണ്. നെക്സ്റ്റ് അപ്പോൾ ഇവിടെ നമുക്ക് കാട് പറിക്കുന്ന ടൈമിലാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് പുല്ലുണ്ട്. ഇത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ നല്ല പാടാണ്. കാരണം നല്ല സ്ട്രോങ് ആണ് ഇതിൻ്റെ ഒരു വേരുകൾ. ഇതിലായാലും ഇതാ 1-2 ഉണ്ട് കേട്ടോ. എന്താ അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒന്ന് വൈകിട്ടൊന്ന് വെയിലൊക്കെ നന്നായിട്ട് താന്നതിന് ശേഷം നമുക്ക് ഹാങ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെയിലിങ്ങനെ നന്നായിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്കിനെ തൂക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വെയിലൊക്കെ ഒന്ന് കുറയട്ടെ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഹാങ് ചെയ്യാം. അപ്പോൾ ഇതിലായാലും 2 കളറാട്ടോ, 2 ഷെയ്ഡ് വരുന്നിട്ടാണ് ഈ ഒരു ലീഫ് വന്നിട്ടുള്ളത്. നോക്കി ഈ ഒരു അടിഭാഗത്തേക്ക് നല്ല ഡാർക്ക് കളറിലാട്ടോ വന്നിട്ടുള്ളത്. അതേപോലെ നോക്കി ഇവിടെ ആണെങ്കിൽ ഒരു ലൈറ്റ് കളറിൽ അങ്ങനെ കുറച്ച് ഹാങ് ബോർഡ്സിൽ നമ്മൾ നന്നായിട്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ എല്ലാം ഒന്ന് മണ്ണിൽ തന്നെ താഴെ തന്നെ നമ്മൾ വെച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് ലെവലായി വന്നതിന് ശേഷം ഹാങ് ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ കുറച്ചൊക്കെ നമുക്കിതാ അപ്പോൾ ഹാങ് ചെയ്യേണ്ട ഒരു പരുവത്തിലായിട്ട് എന്നാലും അതൊക്കെ നമുക്കൊന്ന് ഹാങ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം നല്ല തണൽ നോക്കിയിട്ട് ഇവിടെ ഒന്ന് വെക്കാം. നല്ല വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ബോൾസ് ഇതിന് നന്നായിട്ട് നനവ് കൊടുക്കണ്ട. കാരണം ഇതിനൊക്കെ നന്നായിട്ട് ഒരു തണ്ട് എന്ന് പറയുമ്പോൾ ഫുള്ള് വാട്ടർ ആട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി തൂങ്ങാൻ ചാൻസ് ഉള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഒരു ബോൾസം. നമ്മൾ എന്തായാലും ബോൾസ് ഇതിന് 2 നേരം നല്ല അടിപൊളിയായിട്ട് നനച്ചുകൂടി കൊടുക്കണം. അപ്പോൾ എന്തായാലും എന്തായാലും നമ്മുടെ ബോൾസൊക്കെ നല്ല ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് നട്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു വെറൈറ്റി തെച്ചിയാണേ. ഇതിൻ്റെ ഇനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഗൈസ് നമ്മുടെ മേളിലേക്ക് കാണുന്നുണ്ടോ, നമ്മുടെ ടെറസിൻ്റെ മേളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ബോഗൺവില്ലകളാണ്. അപ്പോൾ പല വെറൈറ്റി ഇനം ബോഗൺവില്ല കണ്ടപ്പോൾ താഴെ നിന്ന് കാണിച്ചു തരുമ്പോൾ നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി അതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചർ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. നിരന്തരം അതിൻ്റെ മേളിൽ കയറിയിട്ട് നല്ല അടിപൊളിയായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. പുതിയ തളർപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും വലിയ കാണിക്കും. ഈ കാറ്റിന് നല്ല കാറ്റാട്ടോ വീശുന്നത്. നമ്മുടെ ഈ ഒരു വരിയിലുള്ള ചെടികളൊക്കെ നന്നായിട്ട് കാറ്റ് വീശുമ്പോൾ അടിപൊളിയാറുണ്ട്. അത്ര ഈ ഒരു ഭാഗത്തടപ്പോൾ നമുക്ക് കാറ്റ് നന്നായിട്ടുള്ളത് ഓരോ ഏരിയയിൽ നിന്നാട്ടോ ഓരോ സമയങ്ങളിൽ കാറ്റ് കൂടുന്നത്. അപ്പോൾ ഇതാ ഇന്നെന്തായാലും ഈ ഒരു കറക്റ്റ് ഫ്രണ്ടിൽ നിന്നായിട്ടാണ് കാറ്റുള്ളത്. നമ്മുടെ ആ ഒരു ടെറസിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എല്ലാ ബോഗൺവില്ലകൾക്കും ഇപ്പോൾ വളം കൊടുക്കേണ്ട ഒരു കറക്റ്റ് പരിവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും വളപ്രയോഗം കൂടി ചെയ്യണം. അപ്പോൾ എന്ത് വള കാര്യങ്ങളൊക്കെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ബോഗൺവില്ലയൊക്കെ സ്നേഹിക്കുന്ന കുറേ കൂട്ടുകാർക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉപകാരപ്പെടട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഈ ഒരു മെലസ്റ്റോമിലായാലും ഒരുപാട് മുട്ടുണ്ട് കേട്ടോ, ഒരുപാട് മുട്ട് ഒത്തിരി പൂക്കൾ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. മേൽഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഹൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ ഒരു മരത്തിൻ്റെ ഒരു സെറ്റപ്പായിട്ട് നല്ല ഹൈറ്റ് ആയിപ്പോൾ നമുക്കൊരു ചെടിയായിട്ട് ഇങ്ങനെ ഒതുക്കി നിർത്താനായിട്ടോ ആഗ്രഹം. അതുകൊണ്ടൊക്കെ നമ്മൾ
ഈ ഒരു ലെവൽ വെച്ചിട്ട് അങ്ങനെ ഒതുക്കി വളർത്തുവാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് അധികം വൈകാത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഈ ഒരു മെലസ്റ്റോമയുടെ ഈ ഒരു പ്ലാന്റ് കൂടി നമുക്ക് നന്നായിട്ട് നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ നോക്കി ഇതിൽ മുട്ട് ഫോം ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോഴത്തേനും നിറച്ചിങ്ങനെ പൂത്തില്ല എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു മെലസ്റ്റോമയുടെ പ്രത്യേകത. പിന്നെ ചെടികളും പൂക്കളൊക്കെ സ്നേഹിക്കുന്ന കൂട്ടരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മെലസ്റ്റോമയുടെ പ്ലാന്റ് നിങ്ങൾ എന്തായാലും വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി പൂക്കളുണ്ടാകുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനായി നല്ലൊരു പോസിറ്റീവ്നെസ്സും മൊത്തത്തിൽ നമുക്കൊരു അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല അടിപൊളി തന്നെ എടുക്കുന്നാലും നമുക്ക് എന്തായാലും ഇപ്പോൾ കറക്റ്റ് നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുക്കാനുള്ള പരുവത്തിലായത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നനയൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കി നിർത്തിയിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ വൈകുന്നേരമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടെങ്ങാനും നട്ടു കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. നല്ല പനിയൊക്കെ ഒന്ന് മാറി നോക്കിയായിട്ടായിരിക്കും മിക്കവാറും നടന്നുണ്ടാവുള്ളൂ. എന്നാലും അതെന്താ നല്ലൊരു അടിവളമൊക്കെ കൊടുത്ത് നടുവാണ്. ഇത് നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ ആയിരുന്നു ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുറേ മുന്നിട്ടുള്ള ഒരു വീഡിയോ ആയി നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ തന്നെ കരിയില അതുപോലെ തന്നെ കുറേ ജൈവവളങ്ങൾ കൊടുത്ത് നല്ലൊരു അടിവളം കൊടുത്തിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഒരു മെലസ്റ്റോമയെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെന്നാലും അതിൻ്റെ റിസൾട്ട് നല്ലൊരു അമേസിങ് റിസൾട്ട് തന്നെ നമുക്ക് എന്തായാലും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഇവനെയും കൂടി നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ കേസ് ഞാൻ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ.